NDAയുടെ ഭാഗമായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിലാണിപ്പോൾ നമുക്കൊപ്പമുള്ളത്. എന്താണ് ഒരു പ്രതീക്ഷ, എന്താണ് കോട്ടയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ? കോട്ടയത്ത് ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അവസാന അല്ലെങ്കിൽ വട്ടപ്രചരണം സജീവമായ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് NDA സ്ഥാനാർത്ഥിയായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം ഇവിടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ കാലത്ത് NDAക്ക് ലഭിച്ചതിനേക്കാൾ വലിയ വോട്ടുകൾ ഇത്തവണ ലഭിക്കാനുള്ള കാരണം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും തുടർഭരണം ഉണ്ടാകുമെന്ന് ഏവർക്കും ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കോട്ടയത്തെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 3 സ്ഥാനാർത്ഥികളുണ്ട്. അതിനകത്ത് ഒരു സ്ഥാനാർത്ഥിയും പറയാത്തത്ര അസന്നിഗ്ധമായി റബ്ബർ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ടൂറിസം രംഗത്തും അതുപോലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലുമൊക്കെ ശക്തമായ അല്ലെങ്കിൽ നിലപാടുകൾ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം എന്തായാലും 50,000-ൽ താഴാത്ത ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും, യാതൊരു സംശയവുമില്ല. NDAയുടെ തുടർ ഭരണത്തിൻ്റെ ഒരു ചലനം അത് കേരളത്തിലുണ്ടാവും, യാതൊരു മാറ്റവുമില്ല. കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്താണെങ്കിലും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് NDA ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കുറച്ചുകൂടി മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കോട്ടയത്തടക്കം അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും കോട്ടയത്ത് വിജയിക്കും. കോട്ടയം അപ്പുറം 3-4 സീറ്റിലെങ്കിലും 5 സീറ്റാണ് NDA പ്രതീക്ഷ. 3 സീറ്റെങ്കിലും നിർബന്ധമായും ഈ തെരഞ്ഞെടുപ്പിൽ NDA വിജയിക്കും. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ NDAയുടെ നേതൃത്വത്തിലുള്ള വലിയ മാറ്റങ്ങളുണ്ടാവും, ഒരു ഗവൺമെൻറ് ഉണ്ടാവും എന്നതിനൊക്കെ സംശയം വേണ്ട. ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഇന്ത്യ മുന്നണി നമുക്കറിയാം, കേരളത്തിലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ UDF-നകത്ത് പടലപ്പണക്കങ്ങൾ നിൽക്കുന്നു. കേരളത്തിൽ യാതൊരു ഐക്യവും UDF-നകത്തില്ല. കോൺഗ്രസിൽ തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലും ഐക്യമില്ലാത്തൊരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അതുകൊണ്ട് അവർക്ക് ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. വീണ്ടും NDA ഗവൺമെൻറ് തന്നെ ഒരു തവണ കൂടി വീണ്ടും അധികാരത്തിലെത്തും. 100% NDA ഗവൺമെൻറ് അധികാരത്തിലെത്തും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് പാർട്ടിയും NDAയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റബ്ബറിന് വില വർദ്ധിപ്പിക്കാനും അതുപോലെ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ അല്ലെങ്കിൽ തെരുവുനായ ആക്രമണമൊക്കെ ഒഴിവാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലുണ്ടാവണം. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ശക്തമായ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലുണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൂടി കണക്കിലെടുത്താണ് കേരള കോൺഗ്രസ് കൃഷിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ കർഷക താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് NDA മുന്നണിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ഇടപെടൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി ഉള്ള ഇടപെടൽ ഈ കാര്യത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും തുല്യ നീതി ഉറപ്പാക്കുവാനുമുള്ള സമ്മർദ്ദവും ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ ചെലുത്തും. എന്നാലും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിലാണ് നമ്മളോട് പ്രതികരിച്ചത്. കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.